ഇന്ന് നമ്മൾ റേഷൻ കിട്ടിയ കടല വെച്ചിട്ട് വെറും നിസ്സാര സമയങ്ങൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മിനിമം നമുക്കിതൊരു 5 മണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. നമുക്കിനി ഇത് കുതിർത്തി കഴിയുമ്പോൾ കുക്കറിൽ വെച്ചിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ അങ്ങ് ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ അങ്ങൊന്ന് തൊലിയൊന്ന് മാറ്റിയെടുക്കുക. ജസ്റ്റ് നമ്മൾ 2 വിരൽ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ തൊലി നമുക്കൊന്ന് സെപ്പറേറ്റ് ആയി കിട്ടും. എന്നിട്ട് ഈ കടലേനെ 2 ആക്കി ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ കടലപ്പരിപ്പ് പോലെ നമുക്കങ്ങ് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ കടലയും ഒന്ന് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ടി വിയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ബോറടിക്കത്തില്ല. അപ്പോൾ എല്ലാ കടലയും നമ്മളിങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഇപ്പോൾ കടലപ്പരിപ്പ് പോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പെല്ലാം ഒരു ടവലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് ഒപ്പി മാറ്റണം. അപ്പോൾ നമ്മളിത് നല്ല ചൂട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇത് എല്ലാം നല്ലതുപോലെ വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അത്യാവശ്യം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഈ കടലപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഫ്ലെയിം ഒന്നും ആരും കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഈ എണ്ണയിലേക്ക് പരിപ്പ് ഇട്ട് കഴിയുമ്പോൾ പരിപ്പ് താഴ്ന്നു കിടക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ ഉണ്ടല്ലോ പരിപ്പ് ഇങ്ങനെ പൊട്ടി പൊട്ടി ആ എണ്ണയുടെ മുകളിലേക്ക് അങ്ങ് വരാനായിട്ട് തുടങ്ങും. അതായത് അത് ഫ്രൈ ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാ പരിപ്പും എണ്ണയുടെ മീതയിലേക്ക് ഇങ്ങനെ അങ്ങ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതെല്ലാം ചെയ്തത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ്. ഫ്ലെയിം ഒന്നും കുറച്ചൊന്നും വെച്ചില്ല. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പി മാറ്റുക കേട്ടോ. ഇല്ലെങ്കിൽ എണ്ണ പൊട്ടിത്തെറിച്ച് നമ്മുടെ ദേഹത്തോട്ടും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സ്ലാബ് ഒക്കെ അങ്ങ് വൃത്തികേടായി പോവും. അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചു മാറ്റുക. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇതൊന്ന് ചെയ്തെടുത്തത്. നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ കടകളിലൊക്കെ വാങ്ങിക്കുന്ന പൊട്ടുകടല പോലെ ഇരിക്കും. കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത്രയും നല്ലൊരു കളറും കിട്ടും. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ക്രിസ്പ്നെസ് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും റേഷൻ കിട്ടിയ കടല വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.